നമ്മുടെ ഒരുമിച്ച് കൂടൽ ആഖിറത്തിലേക്കുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്ഹാബുൽ ബദരീങ്ങളെ കാവൽ അല്ലാഹു എന്നും നമുക്ക് നൽകുമാറാകട്ടെ. നോമ്പ് തുറയോടെടുത്ത ഈ സമയത്ത് വിശദമായി സംസാരിക്കാതെ ബദ്ർ സ്മരണ രാത്രി നടക്കാനുള്ളതുകൊണ്ടും ആ ഭാഗമൊന്നും സംസാരിക്കാതെ ചുരുങ്ങിയ വാക്കുകൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്ഹാബുൽ ബദരീങ്ങൾ റമദാൻ 17 ബദരീങ്ങളെ സ്മരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജില്ലയിൽ ആദ്യമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഇസ്ലാമിന്റെ വിരോധികൾ മഹാന്മാരാകുന്ന ബദരീങ്ങളെ പുച്ഛിച്ച് തള്ളുമ്പോൾ അൽഹംദുലില്ലാഹ് ഇത്തരം പരിപാടികൾ എന്നും സന്തോഷമാണ്. മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ ലക്ഷണമാണ്. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان എന്ന ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തഫ്സീറുൽ കബീറിൽ എഴുതി വെച്ചത് കാണാം. ومن علامة المؤمن أن يذكر السابقين. മുഅ്മിനീങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് മുൻഗാമികളെ സ്മരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മഹത്തുക്കളെ സ്മരിക്കുന്നവർ. റമദാൻ വരുമ്പോൾ ബദരീകളെ സ്മരിക്കുന്നു, റബീഉൽ അവ്വൽ വരുമ്പോൾ ലോക നേതാവിനെ സ്മരിക്കുന്നു, റബീഉൽ ആഖിർ വരുമ്പോൾ ഗൗസുൽ ആദമിനെ സ്മരിക്കുന്നു, അതുപോലെ റജബ് മാസം വരുമ്പോൾ അജ്മീർ ഖാജാനെ സ്മരിക്കുന്നു. സുന്നികൾ എപ്പോഴും മഹാന്മാരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് എന്നാണ് ബഹുമാനപ്പെട്ട റാസി ഇമാമി എഴുതി വെക്കുന്നത്. നേരെ മറിച്ച് അത്തരം മഹാന്മാരെ സ്മരിക്കാതെ അവരെ തരം താഴ്ത്തുന്ന ഒരു വിഭാഗം, അവരെ സംബന്ധിച്ചും റാസി ഇമാമി എഴുതി വെക്കുന്നു ഇല്ലം യകുൻ കദാലിക. ലോകത്തൊരു വിഭാഗം ജനങ്ങളുണ്ട്, അവർ മഹാന്മാരെ സ്മരിക്കുന്നവർ അല്ല. ബൽ ദക്കറഹും ബിസൂ, എന്നും മഹാന്മാരെ രണ്ടാം നമ്പറായി കാണുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നവർ. കാന ഖാരിജൻ മിൻ ജുംലത്തി അഖ്സാമിൽ മുഅ്മിനീന ബിനഫ്സി ഹാദിഹിൽ ആയ വല്ലദീന ജാഉ മിൻ ബഅദിഹിം എന്ന ആയത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത് മഹാന്മാരെ സ്മരിക്കാതെ അവരെ മോശമായി ചിത്രീകരിക്കുന്നവർ അവർ മുഅ്മിനീങ്ങളെ പട്ടികയിൽ നിന്ന് പുറത്താണ്. അവരും ഈമാനും തമ്മിൽ ബന്ധമില്ല. അവ എപ്പോഴും മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് അത് ഈമാനുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹത്തുക്കളാണ് അസ്ഹാബുൽ ബദരീൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലിൽ മലായിക, മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉദുഹു ഖൈറതി, ഓ മലക്കുകളെ എന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരെ വിളിക്കണം, എന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരാകുന്ന ആൾക്കാരെ വിളിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നു, മൻ ഹൗലായി, പടച്ചവനെ അവരാരാണ് റബ്ബേ? ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, അല്ലദീന ബദലു അംവാലഹും വഅൻഫുസഹും വദിമാഅഹും ഫീ സബീലില്ലാഹ്. എന്റെ ഇഷ്ടദാസന്മാർ ആരാണെന്നറിയോ? ശരീരങ്ങളും സമ്പത്തുകളും ദാനങ്ങളും റബ്ബിന് വേണ്ടി ചെലവഴിച്ച ദാനം ചെയ്ത മഹത്തുക്കളാണ് അവർ. ആ മഹത്തുക്കളെ വിളിക്കണമെന്നാണ് മലായികത്തിങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. ആ മലക്കുകൾ വിളിക്കുന്ന സമയത്ത് അസ്ഹാബുൽ ബദരീങ്ങൾ അതാ ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. വഫീ അനാഖിഹിം തുയൂർ,
ആ മഹാന്മാരാകുന്ന ശുഹദാക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ പെരടിയിൽ വാളിങ്ങനെ തൂക്കിയിട്ടുകൊണ്ടാണ് അവർ വരുന്നത്. പെരടിയിൽ വാളിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മഹത്തുക്കളാകുന്ന ശുഹദാക്കൾ പെരടിയിൽ വാൾ തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്താ? റബ്ബിന്റെ മുമ്പിൽ ശുഹദാക്കളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താ? ആ സമയത്ത് ശുഹദാക്കൾ അവിടെ നിന്ന് പറയുന്ന മറുപടി, പടച്ച റബ്ബേ, ഞങ്ങൾക്കൊരാഗ്രഹവും ഇല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ്. അതെന്താണെന്നറിയോ? ഞങ്ങൾക്കൊന്ന് ദുനിയാവിലേക്ക് മടങ്ങണം. ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് വീണ്ടും ഒന്ന് പോരാടണം, വീണ്ടും ഒന്ന് ഷഹീദാകണം, വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങണം. അങ്ങനെ പലവട്ടം ദുനിയാവിലേക്ക് മടങ്ങി ശുഹദാക്കളാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ ഹഖി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി എന്ന ആയത്തിന്റെ തഫ്സീറിൽ വ്യാഖ്യാനം പറഞ്ഞത് കാണാം. റബ്ബ് സുബ്ഹാനഹു തആല ഇവരുടെ ഈ കാര്യം പറയുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല ഒന്നും മിണ്ടുന്നില്ല. ഫയദ്ഖുലൂന മസാകിനഹും ഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തിലേക്ക് അവർ കടന്നുപോകുന്നു. സ്വർഗം വേണമെന്നവർ പറയുന്നില്ല. അവർ റബ്ബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് ശുഹദാക്കൾ പെരടിയിൽ വാളും തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അവർ പറയുന്നത്, പടച്ച റബ്ബേ, ഞങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം ദുനിയാവിലേക്കൊന്ന് മടങ്ങിയിട്ട് വീണ്ടും ഷഹീദാകണം എന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ശുഹദാക്കൾ റബ്ബിന്റെ മുമ്പിൽ പറയണമെങ്കിൽ ഇവർ ഷഹീദായതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് കൊടുത്ത പ്രതിഫലം എത്ര വലുതാകണം. സാധാരണ ഒരു പ്രതിഫലമാണ് എങ്കിൽ ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് വീണ്ടും ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ട് എനിക്ക് ഷഹീദാകണമെന്നൊരു സാധാരണക്കാരൻ പറയൂല. കിട്ടിയ പ്രതിഫലത്തിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പറയുന്നത്. അല്ലാഹു ആ ശുഹദാക്കളെ കാണാൻ, അവരോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശുഹദാക്കളാണ് നമ്മുടെ ലക്ഷ്യം. എപ്പോഴും ബദരീങ്ങളെ മുൻനിർത്തുന്നവരാകണം, ബദരീങ്ങളെ തവസ്സുലാക്കുന്നവരാകണം, അസ്മാഉൽ ബദരീങ്ങളെ പേര് നന്നായി ചൊല്ലുന്നവരാകണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു വലിയ സയ്യിദ്, ഒരു വയസ്സായ തങ്ങൾ, അദ്ദേഹം വലിയ പണ്ഡിതനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഈ അടുത്ത് റമദാനിന്റെ മുമ്പ് ഒരു ദിവസം ഞാൻ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു ക്യാൻസർ രോഗിക്ക് വെള്ളം മന്ത്രിക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതാ. ഒരു ക്യാൻസർ രോഗിക്ക് വെള്ളം മന്ത്രിക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ തങ്ങൾ ആ ക്യാൻസർ രോഗിക്ക് വെള്ളം അടുത്ത് വെച്ച് അതിലേക്ക് ബദരിയത്ത് മന്ത്രിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പാത്രത്തിലേക്ക് ബദരിയത്ത് ഇങ്ങനെ മന്ത്രിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പെപ്സി പൊട്ടിച്ചാൽ അതിനോട് നൊര പൊട്ടുന്നത് കണ്ടിട്ടില്ലേ? എന്നുപോയ ബദരിയത്ത് ചൊല്ലി ആ വെള്ളത്തിലേക്ക് ഊതുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് നൊര ഇങ്ങനെ പൊങ്ങി 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 വരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. വെള്ളത്തിലേക്ക് ബദരിയത്ത് ചൊല്ലി ഊതുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് നൊര ഇങ്ങനെ പൊങ്ങുന്നു. ഈ വെള്ളം ആ തങ്ങളതാ മന്ത്രിച്ചു കൊടുക്കുന്നു ക്യാൻസർ രോഗിക്ക്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് തങ്ങൾ പറയുന്നു, ക്യാൻസർ രോഗിന്റെ കൂടെ വന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, വെള്ളമൊക്കെ കൊടുത്തു, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ദിവസം കുറെ മുമ്പോട്ട് നീങ്ങൂല, ദിവസം കുറെ മുമ്പോട്ട് നീങ്ങൂല. 2 ദിവസം കഴിയുമ്പോൾ ക്യാൻസർ രോഗി മരിക്കുന്നു. ഞാൻ ആ തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, വെള്ളത്തിലേക്ക് ബദരിയത്ത് ചൊല്ലി ഊതുമ്പോൾ നൊര വരാനുള്ള കാരണം എന്താണ്? തങ്ങൾ പറയുന്നു, ഞാൻ ക്യാൻസർ രോഗിക്കാണ് മന്ത്രിച്ചത്, പക്ഷെ മന്ത്രിച്ച് ഊതുമ്പോൾ വെള്ളം കൊടുത്ത് ക്യാൻസർ രോഗിന്റെ രോഗം സുഖമാകണ്ടേ? പക്ഷെ ബദരിയത്തിനെ ഊതുമ്പോൾ ബദരിയത്തിനെ വെള്ളം സ്വീകരിക്കുന്നില്ല, പുറത്തേക്ക് തള്ളാണ്. കാരണം ആ രോഗിന്റെ രോഗം ഇനി മാറൂല, ആ രോഗിന്റെ രോഗം ഇനി മാറൂല. ബദരിയത്ത് ഊതുമ്പോൾ വെള്ളം അത് സ്വീകരിക്കുന്നില്ല, കാരണം രോഗിക്ക് അതുകൊണ്ട് ഫലം കിട്ടൂല. 2 ദിവസം കഴിയുമ്പോൾ ആ രോഗി മരണപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ ഇപ്പൊ അടുത്തൊരു തങ്ങൾ മന്ത്രിക്കുമ്പോൾ കണ്ടതാണ്. പേര് വണങ്ങി പിന്നെ പറയാം. ഞാനിത് പറയുന്നത്, ബദരീങ്ങളൊക്കെ വലിയ മഹത്വമുള്ളവരാണ്. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയാൽ കാണാം, മദീനയിൽ നിന്ന് കുറച്ച് അകലെ ഉഹദ് പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ ഉഹദ് പർവ്വതത്തിന്റെ അടുത്ത് ഉഹദിൽ ഷഹീദായ ശുഹദാക്കൾ കിടക്കുന്നത് കാണാം. അതിൽ നിന്ന് പിന്നെയും 1 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന സമയത്ത്, 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് ഉഹദിൽ അവിടത്തെ ശറഫാക്കപ്പെട്ട പല്ല് പൊട്ടിയ സ്ഥലം അവിടെയുണ്ട്. ആ പല്ലിങ്ങനെ പൊട്ടിയപ്പോൾ രക്തം വരുന്ന സമയത്ത് റസൂലുള്ള തളർത്തുകൊണ്ട് കൈപിടിച്ച മതിലും അവിടെ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതരായി ഒരു ഗുഹന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന സ്ഥലം, തലയിങ്ങനെ ചാരി വെച്ചിരുന്ന സ്ഥലം ഇന്നും ഉഹദ് പർവ്വതത്തിന് അടുത്ത് കാണാം. ആ സ്ഥലത്തിന്റെ തൊട്ട് അപ്പുറം ഒരു വലിയൊരു കുന്ന് കാണാം, പർവ്വതം കാണാം. ആ പർവ്വതത്തിന്റെ ഒരു ഭാഗം 2ആയി പിളർന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ നോമ്പ് 4 രാവിലെ ഞാൻ അവിടെ പോയി കണ്ടിരുന്നു. ആ സ്ഥലത്തിന്റെ ഒരു അത്ഭുതം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദ് പർവ്വതത്തിലൂടെ കയറിപ്പോകുമ്പോൾ, ആ ഉഹദ് പർവ്വതത്തിലൂടെ കയറിപ്പോകുന്ന സമയത്ത് പർവ്വതം കുലുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 2 സ്വഹാബത്തുണ്ട്. ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. 2 സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. സ്വഹാബത്തും നബി തങ്ങളും ഉഹദ് മലയുടെ മുകളിൽ കൂടി നടന്നു പോകുമ്പോ പർവ്വതം കുലുങ്ങുന്നു. പർവ്വതം കുലുങ്ങി ഇങ്ങനെ പൊട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിനോടൊന്ന് പറഞ്ഞ വാക്കാണ്, അടങ്ങിക്കൊള്ളണം, അടങ്ങിക്കൊള്ളണം. ആരാടിന്റെ മുകളിലുള്ളത് ഒന്ന് ഞാനാണ്.